അങ്ങനെ ചലഞ്ചായിട്ടൊന്നുമില്ല. സാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇതിനകത്ത് ഇത് നമ്മുടെ സുഹൃത്ത് അൻസാജാണ് എഴുതിയത്. അതിൽ നിന്ന് സാറ് സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുകയും അതിലുള്ള അഡീഷൻസുകൾ വരുത്തുകയും, അപ്പോൾ അത് ഒരുപാട് ലെയർ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലെയർസ് ആഡ് ചെയ്യുകയും പുള്ളിയുടെ രീതിക്ക് ഈ സ്ക്രിപ്റ്റിനെ മാറ്റി. ഞങ്ങൾ ആദ്യം വായിച്ച അല്ലെങ്കിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വായിച്ച സ്ക്രിപ്റ്റ് ഒന്നുമല്ല. സാർ അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചുകൂടെ കമേഴ്ഷ്യലാക്കാനും പാട്ടുകൾ വന്നു, കുറേ ആഡ് ഓൺസ് വന്നു. അപ്പം ഞങ്ങൾ ഇതിലേക്ക് എത്തുമ്പോഴേക്ക് പുള്ളി കൃത്യമായിട്ട് അതിനെ അതെ ലാസ്റ്റ് ഫൈറ്റ് കുറേ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ ഞാനും വിഷ്ണു കേട്ട ഒരു സാധനമൊന്നുമായിരുന്നു. ആ സിനിമ കംപ്ലീറ്റ്ലി മാറിയിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ച് ആയിരുന്നില്ല, ഞങ്ങളുടെ വെച്ച് സിനിമ ചെയ്യുന്നതാണ് ചലഞ്ച്. അല്ലെങ്കിൽ വിഷ്ണു, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ, ശേഷം ഭീഷ്മർ, കട്ടപ്പന 10-12 വർഷമായി. ഇതിപ്പോ 2 വർഷം ഇനി ഭീഷ്മർ ദേഹാചിത്രം അല്ല അങ്ങനെ അറിയപ്പെടുന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അത് അങ്ങനെ അറിയപ്പെടുന്നു. ഇത് ചോദിച്ചതിന് പിന്നെ നീ അറിയപ്പെടും. അല്ല, ഉണ്ണിലാലെ ഓൾറെഡി പേര് മാറ്റി ഉണ്ണി ഭീഷ്മർ ആക്കി. ഓഫീസർ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതെ ഒരു കഥയുണ്ട് ഇതിനകത്ത് രസമുള്ള. ഉണ്ണി ഏകാചിത്രം ചെയ്തു, ഓഫീസർ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഓട്ടോ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോക്കാരെ വണ്ടി നിർത്തി കഴിയുമ്പോൾ സാർ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവൻ ഏകാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞു. അതൊന്നും നമുക്കറിയില്ല, ഭീഷ്മ പടത്തിന്റെ പോസ്റ്ററിൽ കണ്ടു. അങ്ങനെ ഇപ്പോ ഉണ്ണി ഭീഷ്മർ. സത്യല്ലേ? സത്യമാണ്. കാരണം അത്രമാത്രം ഫ്ലക്സ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറെ പേര് അയച്ചിരുന്നുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ള ഒരു പടമാണ് സത്യം ഭീഷ്മർ. പിന്നെ അതുപോലെ പോസ്റ്റേഴ്സ് എല്ലാത്തും ഞാനും എല്ലാ പോസ്റ്റേഴ്സിലും ഉണ്ട്. സോ അതുകൊണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ നേരെ ചോദിച്ച പുള്ളിയുടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആക്ച്വലി പുള്ളിയുടെ പാക്കിൽ തന്നെ ഫ്ലക്സ് ഉണ്ടായിരുന്നു, വലിയ ഫ്ലക്സ്. ഞാൻ ഫ്ലക്സ് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കി നിന്നത് നിങ്ങളല്ലേ അത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്.